ഹലോ. അപ്പോൾ ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. കണ്ണൻ്റെ ഓണാഘോഷ പരിപാടിയാണ് സ്കൂളിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പട്ടുപാവാട വാങ്ങിക്കാമെന്ന് വെച്ചിട്ടാട്ടോ പോയത്. ഞങ്ങൾ സന്തോഷത്തിലാണ് കേട്ടോ പോയത്. അവിടെ നല്ല തിരക്കായിരുന്നു. തുണിയൊക്കെ വാരി വലിച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തിരഞ്ഞെടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ കണ്ണന് മാത്രം ഒരു ചെറിയൊരു ഉടുപ്പാണ് കേട്ടോ വാങ്ങിച്ചത്. പട്ടുപാവാട വാങ്ങിക്കാൻ പറ്റിയില്ല. ചെറിയൊരു ഉടുപ്പ് വാങ്ങിച്ചു. അതുപോലെ സജീവേട്ടന് 2 ടീഷർട്ടും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പൊന്നൂന് അവിടെ നിന്ന് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം അത്രയും നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ രണ്ടാമത് പോയത് ഷാദിയിലാണ്. അവിടുന്ന് കണ്ണന് വേറെയും 2-3 ഡ്രസ്സും കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പൊന്നൂന് അവിടുന്ന് ഒരു ഡ്രസ്സ് എടുത്തിട്ട് അവൾക്ക് ഒട്ടും തൃപ്തി ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് അത് അവിടെ തന്നെ വെച്ചിട്ടിങ്ങ് പോന്നു. പിന്നെ ഫാൻസി കയറി കണ്ണന് ആ ഡ്രസ്സിന് ചേരുന്ന മാലയും അതുപോലെ പൊട്ടും വളയൊക്കെ വാങ്ങിച്ചു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. ഭക്ഷണം കഴിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വരാൻ നേരത്ത് റൈസ് കുക്കറിൽ നിന്ന് ചോറ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ തിരിച്ച് പോകുമ്പോഴത്തേനും എന്തായാലും കഞ്ഞി കഴിക്കേണ്ട അവസ്ഥയായിരിക്കും. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ കണ്ണൻ്റെ അടുത്ത് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൾ ബിരിയാണി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ എല്ലാവർക്കും അത് തന്നെയായിരുന്നു ആഗ്രഹം. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ കണ്ണനെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.